ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ അടുത്തായിട്ട് വരുന്നത് ഒരു എരിശ്ശേരിയാണ്. മത്തങ്ങയും വൻപയറും കൊണ്ടുള്ള ഒരു അടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അതുണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു അരക്കപ്പ് വൻപയർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുതിർത്ത് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ പയറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു 250 ഗ്രാം മത്തങ്ങയാണ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, വെന്ത് വരട്ടെ. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, എങ്കിലും ഇപ്പം തരിപ്പായിട്ടൊന്ന് അരച്ച് വെക്കണം. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മൊത്തം ഉടയ്ക്കേണ്ട കാര്യമില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം, അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വൻപയറുണ്ടല്ലോ, അതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ലേശം കുറവായിരുന്നു, അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഈ കറി എന്ന് പറയുന്നത് ഒന്ന് കുറുകിയിരിക്കേണ്ട കറിയാണ് കേട്ടോ. നമ്മൾ ഇലയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം, ഒഴിയിപ്പം പാടില്ല. അപ്പം അങ്ങനെയുള്ള കറിയാണ്. അപ്പം വെള്ളമൊക്കെ നോക്കി വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കുറേ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. ഇതും കൂടെ ആയാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റിലൊരു എരിശ്ശേരിയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.